എല്ലാവർക്കും നമസ്കാരം. സദാ നാമം ജപിക്കുന്നതിൻ്റെ ഗുണത്തെപ്പറ്റിയാണ് ഇന്നലെ പറഞ്ഞത്. നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ പല കഥകളുടെ രൂപത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത് ഈശ്വരനാമജപത്തിൻ്റെ അല്ലെങ്കിൽ ഈശ്വരനെ സ്മരിക്കുന്നത് കൊണ്ടുള്ള ഈശ്വര സ്മരണയുള്ളവർക്കുള്ള ഗുണഗണങ്ങളും ഈശ്വരനെ സ്മരിക്കാതിരിക്കുമ്പോൾ ഈശ്വരനെ വിസ്മരിക്കുമ്പോൾ വരുന്ന ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെയാണ്. അജാമിളൻ്റെ കഥ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ജീവിതത്തിൽ യാതൊരു അച്ചടക്കവുമില്ലാതെ ജീവിച്ച വ്യക്തിയായിരുന്നു അജാമിളൻ. അദ്ദേഹത്തിൻ്റെ ഇളയ പുത്രൻ്റെ പേര് നാരായണൻ എന്നാണ്. അത്യാസന്ന നിലയിൽ മരണക്കിടക്കയിൽ കിടന്ന് മരണവെപ്രാളത്തോടെ തൻ്റെ ഇളയ മകനെ നാരായണ നാരായണ എന്ന് ഉറക്കെ വിളിച്ചതാണ്. അതോടെ യമദൂതന്മാരോടൊപ്പം വിഷ്ണുദൂതന്മാരും എത്തി എന്നാണ് കഥ. നാരായണനെ അവസാന നിമിഷത്തിൽ മനമുരുകി വിളിച്ചതുകൊണ്ട് തന്നെ വിഷ്ണുദൂതന്മാർക്ക് അദ്ദേഹത്തിനെ രക്ഷിക്കാനുള്ള കടമയുണ്ടെന്നും അതുകൊണ്ട് യമദൂതന്മാർ അദ്ദേഹത്തെ സമീപിക്കരുതെന്നും പറഞ്ഞ് യമദൂതന്മാരെ മടക്കി അയച്ചു എന്നാണ് കഥ. അപ്പോൾ അറിയാതെയെങ്കിലും ഈശ്വരനാമം നമ്മൾ ഉരുവിട്ടാൽ അതിന് അതിൻ്റേതായ ഗുണമുണ്ടെന്നാണ് ആ കഥ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് സദാ എല്ലാവർക്കും ഈശ്വരസ്മരണയോടെ ഇരിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി കഥയിലേക്ക് കടക്കാം. അയോധ്യയിൽ രാമൻ്റെ ജനനം നടന്നിരിക്കുകയാണ്. മാതാപിതാക്കന്മാരുടെ കണ്ണിലുണ്ണികളായും പൗരതതികളുടെ വാത്സല്യഭാജനങ്ങളായും വളർന്നു വന്ന 4 രാജകുമാരന്മാരും വർഷങ്ങൾ ഒന്നൊന്നായി പിന്നിടുകയായി. എല്ലാവരും വേദപഠനത്തിലും ജ്ഞാനസമ്പാദനത്തിലും ആയുധപ്രയോഗത്തിലും അതിശീഘ്രം പുരോഗമിച്ചു കൊണ്ടിരുന്നു. ഒന്ന് പ്രത്യേകമായിരുന്നു. 4ലും ജ്യേഷ്ഠനായ ശ്രീരാമൻ്റെ വെൺകുളിർത്തിങ്കലിനൊത്ത ആകർഷകത്വവും സർവരിൽ നിന്നും സമാർജിച്ച സ്നേഹബഹുമാനങ്ങളും. ആദ്യകാലം മുതൽക്ക് തന്നെ ശ്രീരാമനും ലക്ഷ്മണനും ഒന്നിച്ചല്ലാതെ ഭക്ഷണം കഴിക്കുകയോ നിദ്ര കൊള്ളുകയോ മറ്റു വ്യാപാരങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്തിരുന്നില്ല. അതുപോലെ ഭരതനും ശത്രുഘ്നനും തമ്മിലുണ്ടായിരുന്ന അടുപ്പവും സഹവാസവും സർവരുടെയും സവിശേഷമായ ശ്രദ്ധയെ ആകർഷിച്ചു. സംവത്സരങ്ങൾ ചിലതുകൂടി ഇഴഞ്ഞു നീങ്ങി. രാജകുമാരന്മാർക്ക് കൗമാരപ്രായമായപ്പോൾ ദശരഥൻ്റെ മാത്രമല്ല എല്ലാ രാജകുടുംബാംഗങ്ങളുടെയും ജീവിത സരണികളെ പൊടുന്നനെ മാറ്റിയ ഒരു സംഭവമുണ്ടായി. ദ്വാരപാലകന്മാർ കൊട്ടാരത്തിനകത്തേക്ക് സംഭ്രമത്തോട് ഓടിച്ചെന്ന് രാജസദസ്സിൽ ഉപവിഷ്ടനായ ദശരഥനോട് പറഞ്ഞു, ഋഷിവര്യനായ വിശ്വാമിത്രൻ തമ്പുരാനെ കാണാനായി ഗോപുരദ്വാരത്തിൽ കാത്തു നിൽക്കുന്നു എന്ന്. വിശ്വാമിത്രൻ്റെ തപശക്തിയും ശാപശക്തിയും നല്ലപോലെ അറിഞ്ഞിരുന്ന ദശരഥൻ ഉഴറിച്ചെന്ന് ബഹുമാന്യാതിഥിയെ എതിരേറ്റുകൊണ്ടുവന്ന് അർഘ്യപാദ്യാദികളാൽ സ്വാഗതമരുളി. മഹർഷി ചോദിച്ചു, രാജൻ, ശത്രുക്കളും സാമന്തന്മാരുമെല്ലാം അങ്ങയുടെ അധീനതയിൽ തന്നെ വർത്തിക്കുന്നുണ്ടെന്നും അങ്ങ് ദേവന്മാർക്കും മനുഷ്യർക്കും വേണ്ടതൊക്കെ ശരിക്കും ചെയ്യുന്നുണ്ടെന്നും ഞാൻ വിശ്വസിക്കട്ടെയോ? വിനയാനമ്രനായി ദശരഥൻ പറഞ്ഞു, മഹർഷേ, മരുഭൂമിയിൽ മഴ പെയ്തതുപോലെ മക്കളില്ലാത്തവന് സൽപുത്രനുണ്ടായതുപോലെ അങ്ങയുടെ ആഗമനം എനിക്ക് അളവറ്റ സന്തോഷം നൽകുകയാണ്. അങ്ങയുടെ പാദസ്പർശം കൊണ്ട് എൻ്റെ രാജധാനി പവിത്രമായി തീർന്നിരിക്കുന്നു. എന്തുദ്ദേശിച്ചാണ് അങ്ങ് വന്നതെന്ന് അറിയിക്കുവാൻ ദയവുണ്ടാകണം. അങ്ങയുടെ ആഗ്രഹം എന്തു തന്നെയായാലും ഞാൻ അതേപടി നിറവേറ്റിക്കൊള്ളാം. രാജാവിൻ്റെ വാഗ്ദാനം കേട്ട് അതീവ സന്തുഷ്ടനായി തീർന്ന വിശ്വാമിത്ര മഹർഷി വന്ന കാര്യം അറിയിച്ചു. ഞാൻ നടത്തിവരുന്ന വ്രതത്തിലുള്ള ഹോമവേദിയിൽ മാരീചൻ, സുബാഹു എന്ന 2 ഘോര രാക്ഷസന്മാർ മാംസം കലർന്ന രക്തം വീഴ്ത്തി വ്രതത്തിന് വിഘ്നമുണ്ടാക്കുകയാണ്. കോപമോ ശാപമോ പാടില്ലാത്ത വ്രതമായതിനാൽ എനിക്കവരെ തടുത്തു നിർത്താനും ആവുന്നില്ല. അവരെ ഇല്ലായ്മ ചെയ്യുന്നതിനായി അങ്ങയുടെ പുത്രനായ രാമനെ എൻ്റെ വ്രതസംരക്ഷണം ലക്ഷ്യമാക്കി 10 ദിവസത്തേക്ക് എനിക്കായി അയച്ചു തരണം. വിശ്വാമിത്രന്റെ അപ്രതീക്ഷിതവും ദുഃഖജനകവുമായ നിർദ്ദേശം കേട്ടപ്പോൾ ദശരഥൻ അല്പനേരം എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങിയിരിപ്പായി. ഒടുവിൽ അദ്ദേഹം പറഞ്ഞു, മഹർഷേ, കേവലം കൗമാരപ്രായക്കാരനായ എൻ്റെ മകൻ നിഷ്ഠൂര രാക്ഷസന്മാരോട് യുദ്ധം ചെയ്യാൻ പ്രാപ്തനാകുന്നത് എങ്ങനെ? അവനു പകരം ഞാൻ എൻ്റെ സൈന്യങ്ങളുമായി വന്ന് അങ്ങയുടെ വ്രതം സംരക്ഷിച്ചു കൊള്ളാം. മാരീച സുബാഹുക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ എനിക്ക് പറഞ്ഞു തരാൻ അങ്ങേക്ക് ദയവുണ്ടാവണം. വിശ്വാമിത്രൻ ആ വിവരങ്ങൾ നൽകി. വിശ്രവസ്തു മഹർഷിയുടെ പുത്രനും അമിതശക്തനുമായ രാവണൻ എന്ന രാക്ഷസേന്ദ്രൻ ബ്രഹ്മദേവദത്തമായ വരബലത്താൽ ഉദ്ധതനായി ത്രിലോകങ്ങളെയും പീഡിപ്പിച്ചു വരികയാണ്. ആ പരമദുഷ്ടന്റെ പിൻബലത്തോടു കൂടിയാണ് അവൻ്റെ കിങ്കരന്മാരായ മാരീച സുബാഹുക്കൾ എൻ്റെ വ്രതം ഭംഗപ്പെടുത്തുന്നത്. അത്രയും കേട്ടപ്പോൾ ദശരഥൻ്റെ ഭീതി ദ്വിഗുണീഭവിച്ചു. അദ്ദേഹം പറഞ്ഞു, മഹർഷി, ദേവാദികളായ ദിവ്യവർഗക്കാർ ഏകോപിപ്പിച്ചാൽ പോലും രാവണനെ എതിർക്കുവാൻ സാധിക്കില്ല. ആ സ്ഥിതിക്ക് എൻ്റെ കൊച്ചുമകൻ്റെ കാര്യം പറയാനുണ്ടോ? അവനെ വിട്ടുതരുവാൻ കഴിയാത്തതിൽ എനിക്ക് അതിയായ ഖേദമുണ്ട്.
സത്യപ്രതിജ്ഞൻ എന്ന യശസ് സമ്പാദിച്ചിരുന്ന ദശരഥൻ ആദ്യം എന്താഗ്രഹവും നിറവേറ്റാമെന്ന് ഏൽക്കുകയും പിന്നീട് അതിൽ നിന്ന് പിന്മാറാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ വിശ്വാമിത്ര മഹർഷിയുടെ കോപം ഹോമാഗ്നിയിൽ നെയ്യ് വീഴ്ത്തിയതുപോലെയായി. അത് കത്തിക്കാളി. രഘുവംശീയനായ അങ്ങ് വാക്കുമാറുന്നവനാണെന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലായി. എനിക്കിനി ഒന്നും പറയാനില്ല. ഞാനിതാ പോവുകയാണ്. വിശ്വാമിത്രന്റെ ക്രോധം പൊട്ടിപ്പുറപ്പെട്ടാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുക്കളെ ഭയപ്പെടുന്നവരാണ് ദേവന്മാർ പോലും എന്നറിഞ്ഞിരുന്ന വസിഷ്ഠ മഹർഷി തൻ്റെ ശിഷ്യപ്രധാനനായ രാജാവിനെ സർവനാശത്തിൽ നിന്ന് രക്ഷിക്കുവാൻ മുമ്പോട്ട് വന്നു. ദശരഥ, ധർമ്മിഷ്ഠരായ രാജാക്കന്മാർ അലങ്കരിച്ച സൂര്യവംശത്തിലാണ് അങ്ങയുടെ ജനനം. പോരെങ്കിൽ അങ്ങ് ധർമാത്മാവാണെന്ന് ലോകം വിശ്വസിക്കുന്നു. ആ സ്ഥിതിക്ക് അങ്ങ് ധർമ്മം അനുഷ്ഠിക്കുക തന്നെ വേണം, അത് എത്ര തന്നെ വൈഷമ്യമുള്ളതാണെങ്കിലും. സർവാസ്ത്രപ്രയോഗവും സർവ്വവിജ്ഞാനവും സർവ്വശക്തിയും സ്വായത്തമാക്കിയിട്ടുള്ള വിശ്വാമിത്രനോടൊന്നിച്ച് രാമനെ അയക്കുവാൻ അങ്ങ് ഒട്ടും തന്നെ മടിക്കേണ്ടതില്ല. പോരെങ്കിൽ രാമൻ്റെ അഭിവൃദ്ധിയാണ് മഹർഷിയുടെ ലക്ഷ്യവും. മൂത്തപുത്രനായ ശ്രീരാമനോടുള്ള വാത്സല്യാതിരേകം എന്ന ദൗർബല്യമുണ്ടായിരുന്ന ദശരഥന്റെ മനസ്സിൽ സത്യലംഘനത്തെക്കുറിച്ചുള്ള ഭയവും കുലഗുരുവിൻ്റെ ഉപദേശത്തിലെ തത്വത്തെക്കുറിച്ചുള്ള ബോധവും ഒത്തുചേർന്ന് ഒരു പരിവർത്തനമുണ്ടാക്കി. അദ്ദേഹം ശ്രീരാമനെ വിളിച്ചു വരുത്തി ഗാഠാലിംഗനം ചെയ്ത് മൂർധാവിൽ മുകർന്ന് വിശ്വാമിത്രന്റെ ആഗ്രഹം സാധിപ്പിക്കുവാൻ ആവശ്യപ്പെട്ടു. ശ്രീരാമനും സന്തത സഹചാരിയായ ലക്ഷ്മണനും മാതാപിതാക്കളെ വന്ദിച്ച് ഉടുമ്പിൻ തോലുകൊണ്ടുണ്ടാക്കിയ കയ്യുറകളും ഖഡ്ഗചാപ ബാണാദികളും ധരിച്ച് ആദ്യമായി നടത്താൻ പോകുന്ന യുദ്ധത്തെക്കുറിച്ച് ആലോചിച്ച് വീരരസം കുമാരരൂപം പൂണ്ട പോലെ വിശ്വാമിത്ര മഹർഷിയുടെ പിന്നാലെ കൊട്ടാരത്തിൽ നിന്നിറങ്ങി നടന്നു. അയോധ്യ നഗരാതിർത്തിയിൽ നിന്ന് 1.5 കാതം സഞ്ചരിച്ചപ്പോൾ സരയൂ നദീതീരത്തൊരിടത്ത് വെച്ച് വിശ്വാമിത്രൻ പറഞ്ഞു, രാമ, ബല, അതിബല എന്നീ 2 മന്ത്രങ്ങൾ ഞാൻ ഉപദേശിച്ചു തരാൻ പോവുകയാണ്. ബ്രഹ്മദേവമുഖത്ത് നിന്ന് ഉദ്ഭവിച്ചവയാണ് ഈ മന്ത്രങ്ങൾ. അവ സിദ്ധിക്കുന്നവർക്ക് വിശപ്പോ ദാഹമോ ക്ഷീണമോ ഉണ്ടാവുകയില്ല. മന്ത്രസിദ്ധിയിലൂടെ നവശക്തി സമ്പാദിച്ച ശ്രീരാമനും ലക്ഷ്മണനും വിശ്വാമിത്രനോടൊന്നിച്ച് അന്ന് രാത്രിയിൽ സരയൂ തീരത്തിലെ പുൽത്തകടിയിൽ സുഖനിദ്ര കഴിച്ച് രാവിലെ മഹർഷിയോടുകൂടി അവരുടെ പ്രഥമയാത്ര തുടരുകയായി. സരയൂ നദിയുടെയും ഗംഗാനദിയുടെയും സംഗമസ്ഥാനത്ത് എത്തിച്ചേർന്നപ്പോൾ 3 പേരും തോണിയിൽ കയറി ഗംഗാനദി കടക്കുവാൻ ഉദ്യുക്തരായി. നദീമധ്യത്തിലെത്തിയപ്പോൾ കേൾക്കുമാറായ ഒരു ആരവം എന്താണെന്ന് ശ്രീരാമൻ ചോദിച്ചു. വിശ്വാമിത്രൻ ഉത്തരം നൽകി, രാമ, പണ്ട് ബ്രഹ്മദേവൻ മനസ്സുകൊണ്ട് കൈലാസപർവ്വതത്തിൽ ഒരു സരസ്സുണ്ടാക്കി. അതാണ് പിൽക്കാലത്ത് മാനസ സരസ് എന്ന പേരിൽ വിഖ്യാതമായി തീർന്നത്. മാനസ സരസിൽ നിന്നും ഉദ്ഭവിച്ച സരയൂ നദി അയോധ്യ നഗരിയെ ആശ്ലേഷിച്ചിട്ട് ഗംഗയിൽ ലയിക്കുമ്പോൾ ഉണ്ടാകുന്ന തരംഗങ്ങളുടെ ഒച്ചയാണിത്. ഈ സ്ഥലത്തെ നാം ഭക്തിപൂർവ്വം വന്ദിക്കുക തന്നെ വേണം. അപ്രകാരം വന്നിച്ചിട്ട് വിശ്വാമിത്രനും രാമലക്ഷ്മണന്മാരും ഗംഗാനദി തരണം ചെയ്ത് അതിൻ്റെ ദക്ഷിണ തീരത്തിറങ്ങി കുറേ ദൂരം നടന്നപ്പോൾ മനുഷ്യപാദ സ്പർശമേറ്റിട്ടില്ലാത്ത ഒരു കൊടുങ്കാട്ടിലെത്തിച്ചേർന്നു. വിശ്വാമിത്രൻ ആ കൊടുങ്കാടിൻ്റെ കഥ കേൾപ്പിച്ചു. പണ്ടൊരിക്കൽ വൃത്രാസുരനെ ഘോരയുദ്ധത്തിൽ നിധനം ചെയ്ത് ദേവേന്ദ്രനെ ബ്രഹ്മഹത്യ എന്ന മഹാപാപം ബാധിച്ചപ്പോൾ ആ പാപം ഇല്ലായ്മ ചെയ്യാനായി ദേവന്മാർ ഒരിടത്ത് വെച്ച് അദ്ദേഹത്തിൻ്റെ മേൽ കുടങ്ങളിൽ നിറച്ച വെള്ളമൊഴിച്ചു. അതോടുകൂടി ദേവേന്ദ്രന്റെ ദേഹത്ത് ഇഴുകിച്ചേർന്നിരുന്ന ചളി ഒഴുകിയിറങ്ങുകയും അദ്ദേഹത്തിനുണ്ടായിരുന്ന വിശപ്പ് ഒഴിഞ്ഞു മാറുകയും ചെയ്തു. എൻ്റെ അഴുക്കും വിശപ്പും മാറിയ ഇവിടം മലദം എന്നും കരുഷം എന്നുമുള്ള പേരുകളിൽ ലോകത്തിൽ വിഖ്യാതമാകട്ടെ എന്ന് ആശീർവദിച്ച് പ്രാപവിമുക്തനായ ദേവേന്ദ്രൻ ധനധാന്യ സമൃദ്ധമായി വളരെ കാലം കഴിഞ്ഞ ഈ പ്രദേശത്തിൽ പിന്നീടൊരിക്കൽ 1000 മാനകളുടെ ശക്തിയുള്ളവളും കാമരൂപിണിയുമായ താടക എന്നൊരു യക്ഷിണി ജാതയായി. സുന്ദനെ ഭർത്താവായി വരിച്ച താടക മാരീചൻ എന്ന രാക്ഷസവീരന്റെ മാതാവുമായി. മാരീചൻ ലോകകണ്ടകനായിരിക്കെ താടക 1.5 യോജന വഴി അടച്ച് നാടുമുടിക്കുന്നു. താടക വനത്തിലൂടെയാണ് തങ്ങൾക്കിനി പോകാനുള്ളത്. അത്രയും അറിയിച്ചിട്ട് വിശ്വാമിത്രൻ പറഞ്ഞു, രാമ, നീ നിന്റെ ശക്തി ഉപയോഗിച്ച് ദുർവൃത്രയായ താടകയെ കൊല്ലണം. അങ്ങനെ അവൾ നശിപ്പിക്കുന്ന നാടിനെ ശല്യമില്ലാതാക്കി തീർക്കണം. ദുഷ്ടയും അത്യുഗ്രയുമായ താടകയെ നീ നിഗ്രഹിക്കേണ്ടിയിരിക്കുന്നു. അഭിശപ്തയായ അവളെ കൊല്ലുവാൻ നിനക്കല്ലാതെ കരുത്തില്ല 3 ലോകത്തിലെ മറ്റാർക്കും. സ്ത്രീഹത്യയിൽ നിനക്ക് ഒരു തരത്തിലും അറപ്പ് തോന്നേണ്ടതില്ല. സാധുപാലകരായ ജനപാലകരുടെ ശാശ്വത കർമ്മം രാജ്യഭാരമായതുകൊണ്ട് അധർമ്മിയായ താടകയെ നിഹനിക്കുക അനിവാര്യമാണ്. ഭൂനാശമിച്ഛിച്ച വിരോചനപുത്രിയായ മന്ധരയെ പണ്ട് ദേവേന്ദ്രൻ കൊല്ലുകയുണ്ടായല്ലോ. അധർമ്മികളായ സ്ത്രീകളെ മറ്റു ചിലരും മുമ്പ് കാലന്നൂർക്ക് അയച്ചിട്ടുണ്ട്.
വിശ്വാമിത്രന്റെ ആഗ്രഹം നടപ്പിലാക്കുക തന്റെ കർത്തവ്യമായി കരുതിയ ശ്രീരാമൻ ദൃഢചിത്തനും സംശയരഹിതനുമായി വില്ലുകുലച്ച് പുറപ്പെടുവിച്ച ഞാണൊലി അഷ്ടദിഗന്ധങ്ങളിലും മാറ്റൊലിക്കൊണ്ടു. ആ ഘോര ശബ്ദം കേട്ട് അതെന്തെന്നറിയാനുള്ള ആകാംക്ഷയോടുകൂടിയും ക്രോധത്തോടുകൂടിയും താടക ശ്രീരാമനും ലക്ഷ്മണനും നിന്നിടത്തേക്ക് ഓടിച്ചെന്നു. തന്റെ അധികാരപരിധിക്കുള്ളിൽ അനുവാദമില്ലാതെ കടന്നു കയറിയിരിക്കുന്ന ആയുധധാരികളായ മനുഷ്യകുമാരന്മാരെ കണ്ട് ആ വികൃതരൂപിണി അവരുടെ മേൽ ശിലാവർഷം ചൊരിഞ്ഞു. ശ്രീരാമബാണങ്ങൾ ശിലാവർഷത്തെ തടുത്തു നിർത്തിയെന്ന് മാത്രമല്ല, അവളുടെ ബാഹുക്കളെ ഛേദിക്കുകയും ചെയ്തു. തുടർന്ന് ക്രോധാവേശനായ ലക്ഷ്മണൻ അവളുടെ കാതുകളും മൂക്കുകളും ശസ്ത്രപ്രയോഗത്താൽ അറുത്തിട്ടു. മായാബലശാലിനിയും കാമരൂപിണിയുമായ യക്ഷിണി അദൃശ്യയായി നിന്നുകൊണ്ട് യുദ്ധം ചെയ്തുവെങ്കിലും അതിതീക്ഷ്ണമായ ഒരു ശ്രീരാമസായകം അവളുടെ നെഞ്ചു പിളർത്തി മൃത്യു വക്രത്തിലാക്കി വൻമലയെന്ന പോലെ ഭൂമിയിൽ വീഴ്ത്തി. ശ്രീരാമലക്ഷ്മണന്മാരുടെ സമരവീര്യവും ആയുധപ്രയോഗ ചാതുര്യവും കണ്ട് സന്തുഷ്ടനായ വിശ്വാമിത്രൻ ദിവ്യങ്ങളായ അനേകം അസ്ത്രങ്ങൾ ശ്രീരാമനും പിന്നീട് ശ്രീരാമൻ അവയെ ലക്ഷ്മണനും ഉപദേശിച്ചു കൊടുത്തു. ദണ്ഡചക്രാസ്ത്രം, ഇന്ദ്രാസ്ത്രം, വജ്രാസ്ത്രം, പാശുപതാസ്ത്രം, ബ്രഹ്മാസ്ത്രം, ബ്രഹ്മശിരസ് മുതലായവ അവയിൽ ചിലത് മാത്രമായിരുന്നു. ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിച്ചാൽ അവ ഉപസംഹരിക്കുന്ന വിദ്യയും കുമാരന്മാർക്ക് സ്വായത്തമാക്കി കൊടുക്കുവാൻ വിശ്വാമിത്രൻ പ്രത്യേകം ശ്രദ്ധിക്കാതിരുന്നില്ല. താടകാവാസസ്ഥാനമായ ഘോരവിപിനം പിന്നിട്ട് 3 പേരും പർവ്വതസാനുക്കളിൽ സ്ഥിതി ചെയ്യുന്നതും അതിമനോഹരവുമായ സിദ്ധാശ്രമത്തിൽ എത്തിച്ചേർന്നു. മഹാവിഷ്ണുവിന്റെ വരിഷ്ഠാവതാരമായ വാമനൻ സിദ്ധി നേടിയതിനാൽ സിദ്ധാശ്രമം എന്ന് പേര് കിട്ടിയതാണ്. രാമ, വാമനനിൽ അതിരറ്റ ഭക്തിയുള്ള ഞാനിപ്പോൾ പാർക്കുന്നത് ഈ സിദ്ധാശ്രമത്തിലാണ്. ഇവിടെ ഞാൻ നടത്തുന്ന വ്രതമാണ് മാരീച സുബാഹുക്കൾ തൊടുക്കുന്നത്. നീ ഇരുവരെയും ശിക്ഷിക്കേണ്ടത് ഇവിടെ തന്നെയാണ്. തുടർന്ന് മഹർഷി രാമലക്ഷ്മണന്മാരോടുകൂടി സിദ്ധാശ്രമത്തിൽ പ്രവേശിച്ചു. മഞ്ഞില്ലാത്ത രാത്രിയിൽ 2 പുണർദം നക്ഷത്രങ്ങളോടുകൂടിയ വെൺതിങ്കൾ എന്ന പോലെ ആശ്രമവാസികളായ മറ്റു മുനിമാർ വിശ്വാമിത്രനെ എതിരേറ്റ് പൂജിക്കുകയും രാജകുമാരന്മാർക്ക് സ്വാഗതമേകുകയും ചെയ്തു. അന്നു തന്നെ വിശ്വാമിത്രൻ നിയതേന്ദ്രിയനായും ദൃഢചിത്തനായും വിധിപ്രകാരമുള്ള ദീക്ഷയും മൗനവ്രതവും ആരംഭിച്ച് 6 ദിവസം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന സംഭവങ്ങൾ പ്രതീക്ഷിച്ചിരിപ്പായി. 6 രാപ്പകലുകളും ശ്രീരാമനും ലക്ഷ്മണനും ചാപബാണധാരികളായി നിദ്രാവിഹീനരായി മഹർഷി പങ്കവന്റെ വ്രതം കാത്തുനിന്നു. നിശ്ചിത ദിവസത്തിൽ വിശ്വാമിത്രൻ ചമസം, ദർഭ, ചമത, ശ്രൂവം, പുഷ്പം എന്നിവയോടുകൂടി മന്ത്രപൂർവകമായി വ്രതകർമ്മങ്ങൾക്ക് ആരംഭം കുറിച്ചു. ആ സമയത്ത് അതിഘോരമായ ആരവത്തോടുകൂടി മാരീച സ്വഭാവുക്കൾ കാളമേഘ സദൃശരായി ആകാശത്ത് വന്നിട്ട് മാംസഖണ്ഡങ്ങളും രക്തവും വർഷിച്ചു തുടങ്ങി. അവരെ കണ്ട് ക്രോധം പൂണ്ട് ശ്രീരാമൻ തൊടുത്തയച്ച മാനവാസ്ത്രം മാരീചനെ ആകാശത്ത് വട്ടം ചുറ്റി പറപ്പിച്ചിട്ട് 100 യോജന ദൂരെ സമുദ്രമധ്യത്തിൽ കൊണ്ടുചെന്ന് വീഴ്ത്തി. രണ്ടാമതയച്ച ആഗ്നേയാസ്ത്രമാകട്ടെ പരമദുഷ്ടനായ സുബാഹുവിൻ്റെ മാറു പിളർന്ന് അവനെ നിർജീവനാക്കി നിലം പതിപ്പിച്ചു. വിശ്വാമിത്രൻ മാത്രമല്ല, സിദ്ധാശ്രമവാസികളായ മറ്റു മുനീന്ദ്രന്മാരും വ്രതത്തിന് ഭംഗം വരുത്തിയിരുന്ന കശ്മലന്മാരെ ശിക്ഷിച്ച ശ്രീരാമന്റെ വീരകൃത്യം കണ്ട് സന്തുഷ്ടന്മാരും സംതൃപ്തന്മാരുമായി. അവർ പറഞ്ഞു, രാമ, മിഥിലയിലെ രാജാവായ ജനകൻ ധർമ്മോത്തരമായ ഒരു യാഗം അനുഷ്ഠിക്കാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. അതിൽ പങ്കുകൊള്ളുന്നതിനായി ഞങ്ങളും അങ്ങോട്ട് പോകുന്നുണ്ട്. നിങ്ങൾ 2 പേരും ഞങ്ങളോടുകൂടെ വന്നാൽ അവിടെ അത്ഭുതകരമായ ഒരു പള്ളിവില്ല് കാണാം. സുനാഭം എന്നു പേരായ ആ പള്ളിവില്ല് ദേവന്മാർ പണ്ട് യജ്ഞഫലമായി രാജശ്രീയായ ജനകന് സമ്മാനിച്ചതാണ്. ദേവഗന്ധർവാദി ദിവ്യവർഗക്കാർക്ക് പോലും ആ വില്ല് കുലയ്ക്കുവാൻ സാധിക്കാത്ത സ്ഥിതിക്ക് മനുഷ്യരുടെ കാര്യം പറയാനുണ്ടോ? ജനകൻ ദിനം പ്രതി സുനാഭത്തെ പൂജിച്ചു വരികയാണ്. മുനിമാരോടുകൂടി സിദ്ധാശ്രമത്തിൽ നിന്ന് പുറപ്പെട്ട് മിഥിലയെ ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ച വിശ്വാമിത്രനെ അനുഗമിക്കുവാൻ രാമലക്ഷ്മണന്മാർക്ക് സന്തോഷമില്ലാതിരിക്കുമോ? സൂര്യാസ്തമനത്തോടുകൂടി ആ സംഘം ശോണാ നദിയുടെ തീരത്തുള്ള രമ്യ കാനനഭൂമിൽ രാത്രി കഴിക്കാൻ ഒരുങ്ങി. വിശ്വാമിത്രന് കുശവംശത്തിൽ ജനിച്ചത് കാരണം കൗശികൻ എന്നൊരു പേരുകൂടിയുണ്ട്. സത്യവതി എന്നൊരു ജ്യേഷ്ഠത്തി ഉണ്ടായിരുന്നു വിശ്വാമിത്രന്. ഋജീകന്റെ പത്നിയാണ് അവർ. പതിവ്രതാ ശിരോമണിയായ സത്യവതി ഭർത്താവ് ഉടലോടെ സ്വർഗത്തേക്ക് പോയതിൽ പിന്നെ ഹിമാലയത്തിൽ നിന്നുത്ഭവിച്ച പുണ്യനദിയായി രൂപാന്തരപ്പെട്ട് ലോകഹിതാർത്ഥമായി പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്രയും സംഭവങ്ങൾ ശ്രീരാമലക്ഷ്മണന്മാരെ കേൾപ്പിച്ചിട്ട് വിശ്വാമിത്രൻ പറഞ്ഞു, ജ്യേഷ്ഠത്തിയോടുള്ള സ്നേഹം കാരണമായി ഞാൻ സാധാരണയായി ഹിമാലയ സാനുകളിലാണ് പാർത്തു വരുന്നത്. വ്രതനിർവഹണത്തിന് വേണ്ടിയാണ് സിദ്ധാശ്രമത്തിലേക്ക് പോകുന്നത്. ആട്ടെ, ഇപ്പോൾ രാത്രിയായിട്ടുണ്ടല്ലോ. നാളെ പ്രഭാതത്തിൽ നമുക്ക് യാത്ര തുടരേണ്ടതുണ്ട്.
അതനുസരിച്ച് നടന്ന അടുത്ത ദിവസത്തെ യാത്രയിൽ മറ്റു മുനിമാരോടൊന്നിച്ച് വിശ്വാമിത്രനും രാമലക്ഷ്മണന്മാരും ഗംഗാനദീ തീരത്തെത്തി. അവിടെ വിശ്രമിക്കുന്ന അവസരത്തിൽ ശ്രീരാമന്റെ ആഗ്രഹപ്രകാരം വിശ്വാമിത്രൻ ഗംഗാനദിയെ സംബന്ധിക്കുന്ന ചില വിവരങ്ങൾ കഥകളിലൂടെ നൽകി. മഹാന്മാരായ ചില രാജാക്കന്മാരുടെയും ഒരു മഹർഷിയുടെയും യോഗശക്തിയുടെയും വംശോദ്ധാരണത്തിനായുള്ള മഹായത്നത്തിൻ്റെയും മറ്റും കഥകളും ഗംഗാനദിയുടെ കഥയുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്നു. കഥാശ്രവണ തൽപരന്മാരായ ശ്രീരാമനും ലക്ഷ്മണനും ഏറ്റവും ഏകാഗ്രതയോടും ശ്രദ്ധയോടും കൂടി വിശ്വാമിത്രന്റെ കഥാകഥനം കേട്ടുകൊണ്ടിരുന്നു. സൂര്യകുലജാതനും അയോധ്യാപതിയുമായ സഗര രാജാവിന് 2 പത്നിമാരുണ്ടായിരുന്നു. വിദർഭ രാജകുമാരിയായ കേശിനിയും അരിഷ്ടനേമിയുടെ മകളായ സുമതിയും. വളരെ കാലം കഴിഞ്ഞിട്ടും രാജ്ഞിമാർ രണ്ടും രാജവംശം നിലനിർത്തേണ്ട രാജകുമാരന്മാർക്ക് ജന്മമേകിയില്ല. സന്താനലബ്ധിക്കായിട്ട് സഗരൻ പത്നിമാരോടൊന്നിച്ച് ഹിമാലയത്തിലെ ഭൃഗുപ്രസ്രവണത്തിൽ ചെന്ന് കഠിന തപസ് ആരംഭിച്ചു. കാലം കുറേയേറെ കഴിഞ്ഞപ്പോൾ ഭൃഗു മഹർഷി രാജദമ്പതികളുടെ സഹായാർത്ഥം ഒരു ആശീർവാദമേകി. രാജൻ, അങ്ങയുടെ പത്നിമാരിൽ ഒരുവൾ വംശകൃത്തായ ഒരു പുത്രനെ പ്രസവിക്കും, മറ്റവൾക്ക് 60,000 പുത്രന്മാരുണ്ടാകും. കേശിനിയുടെ ആഗ്രഹം വംശവർദ്ധനായ ഏകപുത്രൻ വേണമെന്നായിരുന്നു. സുമതിയുടെ ആഗ്രഹം 60,000 പുത്രന്മാർ വേണമെന്നും. യഥാകാലം 2 രാജപത്നിമാരുടെയും അഭിലാഷം സാധിതപ്രായമായി. അസമഞ്ജൻ എന്നു പേരായ ഒരു പുത്രൻ ജാതനായി കേശിനിക്ക്. സുമതി പ്രസവിച്ച പിണ്ടം പിളർന്ന് 60,000 പുത്രന്മാരും ഉണ്ടായി. യൗവനദശയിൽ കാലുകുത്തിയപ്പോഴാണ് അസമഞ്ജസൻ ഭ്രാന്തനാണോ എന്നുപോലുള്ള സംശയം ആ രാജകുമാരനെ അടുത്തറിയുന്നവരുടെ മനസ്സിൽ കിളിർത്തത്. അസമഞ്ജസൻ പൈതങ്ങളെ പിടിച്ച് സരയൂ നദി മധ്യത്തിലേക്ക് എറിഞ്ഞിട്ട് അവർ മുങ്ങുന്നത് നോക്കി ചിരിക്കുക പതിവായി. മറ്റു തരത്തിലുള്ള സാധുദ്രോഹങ്ങളും പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആ പുത്രനെ സഗര മഹാരാജാവ് സ്വരാജ്യത്തു നിന്ന് നാടുകടത്താൻ നിർബന്ധിതനായി. അസമഞ്ജസന്റെ മകനായ അംശുമാൻ വളർന്നു വലുതായപ്പോൾ നേരെ മറിച്ച് സ്വഭാവ ഗുണമുള്ളതുകൊണ്ട് രാജകുടുംബാംഗങ്ങളുടെ മാത്രമല്ല പ്രജാസഞ്ചയങ്ങളുടെയും സ്നേഹാദരങ്ങൾക്ക് പാത്രീഭൂതനായി. പിന്നീട് ഒരിക്കൽ ഹിമാലയത്തിലും വിന്ധ്യാചലത്തിലും മധ്യേ യാഗത്തിന് ഏറ്റവും പ്രശസ്തമായ ദേശത്ത് വെച്ച് സഗര മഹാരാജാവിൻ്റെ ആഭിമുഖ്യത്തിൽ ഗംഭീരമായ ഒരു അശ്വമേധയാഗത്തിനുള്ള നടപടികൾ ആരംഭിച്ചു. യഥേഷ്ടം സഞ്ചരിക്കുന്നതിനായി അഴിച്ചുവിട്ട യാഗാശ്വത്തെ അനുഗമിക്കുവാൻ നിയുക്തനായത് വീരാഗ്രണിയായ അംശുമാനായിരുന്നു. യാഗത്തിന് വിഘ്നമുണ്ടാക്കണമെന്ന ദുരുദ്ദേശത്തോടുകൂടി ദേവേന്ദ്രൻ വേഷം മാറി വന്ന് യാഗാശ്വത്തെ അപഹരിച്ചു കൊണ്ടുപോയി. ആ അപഹരണക്രിയ കാണാനിടയായ പുരോഹിതന്മാർ സഗരനെ വിവരം ധരിപ്പിച്ചിട്ട് യജ്ഞഭംഗം ഉണ്ടാകാതിരിക്കുവാൻ യാഗാശ്വത്തെ ദേവേന്ദ്രന്റെ പക്കൽ നിന്ന് വീണ്ടെടുക്കുവാൻ ആവശ്യപ്പെട്ടു. മഹാരാജാവ് ആ ദുഷ്കരകൃത്യം നിർവഹിക്കുന്നതിനുള്ള ചുമതല ഏൽപ്പിച്ചത് പുത്രന്മാരായ 60,000 ആയിരുന്നു. അവരാകട്ടെ എല്ലായിടങ്ങളിലും അന്വേഷിച്ചു നടന്നിട്ടും യാഗാശ്വത്തെ കണ്ടുകിട്ടാതെ ആ മൃഗം മണ്ണിനടിയിൽ എവിടെയെങ്കിലും ഉണ്ടായിരിക്കുമെന്ന് കരുതി ഭൂതലമാകെ കുഴിച്ചു തുടങ്ങി. അവരുടെ ആയുധങ്ങളേറ്റ് അന്തർഭാഗങ്ങളിൽ നിവസിക്കുന്ന പല മാതിരി ജീവികൾക്ക് ദാരുണമായ ജീവഹാനി സംഭവിച്ചു. ദേവഗന്ധർഭ ഭുജകാദികളിൽ നിന്ന് വിവരമറിഞ്ഞ ബ്രഹ്മദേവൻ ദീർഘദർശനം ചെയ്തിട്ടുണ്ടായിരുന്നു. കപിലാകൃതി പോണ്ടിട്ടുള്ള മഹാവിഷ്ണുവിന്റെ കോപാഗ്നിയിൽ 60,000 സഗരപുത്രന്മാരും ശലഭങ്ങളായി തീരുമെന്ന്. അതങ്ങനെ സംഭവിക്കുകയും ചെയ്തു. സമയം വളരെ വൈകുന്നതിന് മുമ്പ് 60,000 രാജകുമാരന്മാർ ഭൂമി കുഴിച്ച് വളരെയധികം കീഴ്പോട്ട് പോയപ്പോൾ അവിടെ ഒരിടത്ത് ധ്യാനനിരതനായ കപില മഹർഷിയെയും അടുത്തായി യാഗാശ്വത്തെയും കണ്ടെത്തി. ദേവേന്ദ്രൻ അവർക്ക് ഹാനി വരുത്തുന്നതിനായി ആ മൃഗത്തെ മഹർഷിയുടെ സമീപത്ത് കൊണ്ട് ചെന്ന് തളച്ചിരിക്കുന്നതാണ് എന്നറിയാതെ സഗരപുത്രന്മാർ മഹർഷി വേഷം ചമഞ്ഞിരിക്കുന്ന ഈ കള്ളനാണ് കുതിരയെ കട്ടതെന്ന് പറഞ്ഞ് ആയുധങ്ങളുമായി മഹർഷിയെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടുകൂടി അടുത്തേക്ക് ചെന്ന് അദ്ദേഹത്തെ അധിക്ഷേപിക്കുകയും ശകാരിക്കുകയും ചെയ്തു. മഹർഷി കണ്ണു തുറന്നൊരു ഹൂങ്കാരം പുറപ്പെടുവിച്ചതിൻ്റെ അടുത്ത നിമിഷത്തിൽ 60,000 പേർ നിന്നിരുന്നിടത്ത് കാണപ്പെട്ടത് അവരുടെ ശരീരങ്ങൾ കത്തിയെരിഞ്ഞ് രൂപാന്തരപ്പെട്ട ചാമ്പൽ കൂമാരമായി കിടക്കുന്നതായിരുന്നു. പുത്രസമൂഹത്തിൻ്റെ പ്രത്യാഗമനത്തിനായി കാത്തിരുന്ന സഗര മഹാരാജാവ് അംശുമാനെ അരികിലേക്ക് വിളിച്ചു പറഞ്ഞു, മകനെ, നിന്റെ 60,000 സഹോദരന്മാർ തിരിച്ചു വരേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരുന്നുവെങ്കിലും അവർ വന്നിട്ടില്ലെന്ന് മാത്രമല്ല അവരെക്കുറിച്ചൊരു വിവരവും എനിക്ക് കിട്ടിയിട്ടുമില്ല. നീ പോയി അവർക്ക് എന്തു പറ്റിയെന്ന് അന്വേഷിക്കുകയും യാഗാശ്വത്തെ കണ്ടുപിടിച്ച് കൊണ്ടുവരികയും വേണം. പിതാവിൻ്റെ ആജ്ഞ ശിരസാവഹിച്ച് രാജധാനിയിൽ നിന്ന് പുറപ്പെട്ട അംശുമാൻ 60,000 പോയ വഴി പിന്തുടർന്ന് അവർ കുഴിച്ച കുഴിയിലൂടെ ഇറങ്ങി അടിയിലെത്തിയപ്പോൾ കണ്ടത് കപിലിനെയും കുതിരയെയും മാത്രമല്ല സഹോദര സമൂഹത്തിൻ്റെ ശരീരങ്ങൾ ദഹിച്ചുണ്ടായ ചാമ്പൽ കുന്നുകൂടി കിടക്കുന്നതുമായിരുന്നു.
അവരുടെ അപമൃത്യു അറിഞ്ഞ് ശോകാകുലനായി തീർന്ന അംശുമാൻ നിലവിട്ട് വിലപിച്ചു. അവർക്ക് ഉദകദാനം ചെയ്യുക തൻ്റെ കടമയായി കരുതിയ ആ ധർമ്മിഷ്ഠൻ അവിടെയും ഇവിടെയും തിരഞ്ഞു നടന്നിട്ടും ഒരിടത്തും ജലം കണ്ടുകിട്ടിയില്ല. അപ്പോൾ അവിടെ എത്തിച്ചേർന്നിരുന്ന വിഷ്ണുവാഹനായ ഗരുഡൻ പറഞ്ഞു, അംശുമാൻ, കപില മഹർഷിയുടെ കോപാഗ്നിയിൽ വെന്തു മരിച്ചവരാണ് നിന്റെ സഹോദരന്മാരെല്ലാം. അവർക്ക് ഉദകദാനം ചെയ്യേണ്ടത് ലൗകിക ജലം കൊണ്ടല്ല, സ്വർഗവാഹിനിയായ ഗംഗയുടെ പുണ്യജലം കൊണ്ടാണ്. മരിച്ചവരുടെ ചാമ്പൽ ഗംഗാജലത്തിൽ കുതിർത്താൽ അവരുടെ ആത്മാക്കൾക്ക് സ്വർഗപ്രവേശം ലഭിക്കും. തൽക്കാലം യാഗാശ്വത്തെ രാജധാനിയിലേക്ക് കൊണ്ടുപോയി യാഗപൂർത്തി വരുത്തുവാൻ മുത്തച്ഛനെ സഹായിക്കൂ. ഗരുഡന്റെ നിർദ്ദേശം അനുസരിച്ച് അംശുമാൻ കൊണ്ടുചെന്ന് യാഗാശ്വത്തെ വീണ്ടു കിട്ടിയതിൽ സന്തുഷ്ടനായിത്തീർന്ന സഗര മഹാരാജാവ് ഹിതിപ്രകാരം യാഗസമാപ്തി വരുത്തി. എന്നാൽ സ്വർഗഗംഗയെ ഭൂമിയിലേക്ക് ആനയിക്കുന്ന കാര്യം സഗരന്റെ കഴിവുകൾക്ക് അതീതമായിരുന്നു. അദ്ദേഹത്തിന്റെ കാലശേഷം സിംഹാസനാരോഹണം ചെയ്ത അംശുമാനാകട്ടെ, അംശുമാന്റെ ചരമാനന്തരം രാജസ്ഥാനം വഹിച്ച ദിലീപനാകട്ടെ, ഗംഗാജലത്താൽ പൂർവികന്മാർക്ക് ഉദകദാനം ചെയ്യണമെന്ന ആഗ്രഹം പ്രാവർത്തികമാക്കുവാൻ സാധിച്ചില്ല. അതിനുള്ള ഭാഗ്യം സിദ്ധിച്ചത് ദിലീപപുത്രനും പുരുഷർഷഭനും വംശാഭിമാനിയുമായ ഭഗീരഥനായിരുന്നു. രാജ്യഭരണം സജീവന്മാരെ ഏൽപ്പിച്ചിട്ട് ഭഗീരഥ മഹാരാജാവ് ഗംഗാവതരണാർത്ഥമുള്ള കൊടും തപസ് അനുഷ്ഠിക്കുന്നതിനായി ഗോകർണത്ത് ചെന്ന് പഞ്ചാഗ്നി മധ്യത്തിൽ സ്ഥിതനായി. ദീർഘകാലം നീണ്ടുനിന്ന തപശ്ചര്യയിൽ പ്രസാദിച്ച് ബ്രഹ്മദേവൻ ഭഗീരഥന്റെ മുമ്പിൽ പ്രത്യക്ഷനായി വരം വാങ്ങിക്കൊള്ളാൻ ആവശ്യപ്പെട്ടു. മഹാഭാഗനായ ഭഗീരഥൻ മുകുളീകൃത പ്രാണിയായി തൻ്റെ തപസ്സിൻ്റെ ഉദ്ദേശം വ്യക്തമാക്കി. ഭഗവാനെ, എൻ്റെ കൈകൾ കൊണ്ട് പൂർവികന്മാരുടെ ശരീരഭസ്മത്തെ പരിപാവനമായ വാനൂർ നദീ ജലത്തിൽ കുതിർക്കാൻ സംഗതിയാവണം. എന്നാൽ മാത്രമേ അവർക്ക് പരലോകങ്ങളിൽ സദ്ഗതി സിദ്ധിക്കുകയുള്ളൂ. എൻ്റെ വംശം ഒരിക്കലും അറ്റുപോകാതിരിക്കാനും അവിടുന്ന് അനുഗ്രഹിക്കണം. ബ്രഹ്മദേവൻ ഒന്ന് ചൂണ്ടിക്കാട്ടി, ഭഗീരഥ, നിന്റെ മനോരഥം ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും അത് സാധിക്കുമാറാകട്ടെ. എന്നാൽ ഒന്നുണ്ട്, ഗംഗാനദി സ്വർഗലോകത്തിൽ നിന്നും ഭൂലോകത്തിലേക്ക് പതിക്കുമ്പോൾ താങ്ങാൻ ശക്തി ശിവഭഗവാന് മാത്രമേയുള്ളൂ. നീ ഭഗവാന്റെ സഹായം തേടിക്കൊള്ളൂ. ബ്രഹ്മദേവൻ അപ്രത്യക്ഷനായതോടെ ഭഗീരഥൻ കാൽപ്പെരുവിരൽ മാത്രം നിലത്തൂന്നിക്കൊണ്ട് 1 സംവത്സരക്കാലം ശിവഭഗവാനെ തപസ്സു ചെയ്തു. ശിവഭഗവാൻ പ്രസന്നനായി പ്രത്യക്ഷപ്പെട്ട് തൻ്റെ ശിരസ്സുകൊണ്ട് ഗംഗാനദീപതനം താങ്ങിക്കൊള്ളാമെന്നേറ്റു. അതറിഞ്ഞ ഗംഗ അല്പം ഗർവത്തോടുകൂടി നിശ്ചയിച്ചു, തൻ്റെ ഒഴുക്കിൽ ശിവഭഗവാനെ രസാതലം വരെ കൊണ്ടുപോയി കളയാമെന്ന്. എന്നാൽ ഇനി നദീദേവിയുടെ ഗർവം ശമിപ്പിക്കുക തന്നെ എന്ന് നിശ്ചയിച്ച് ശിവഭഗവാൻ ജടകൾ വിടർത്തി നിൽപ്പായി. അത്യുഗ്ര ശക്തിയോടെ ശിവമൂർധാവിലേക്ക് പതിച്ച നദിയാവട്ടെ ഭഗവാന്റെ ജടാജൂടത്തിനുള്ളിൽ കുടുങ്ങി. അവിടെ ചുറ്റിയൊഴുകിയെങ്കിലും ഭൂമിയിൽ പ്രവേശിക്കുവാൻ മാർഗം കണ്ടുകിട്ടാതെ വലയുകയായി. നദീജലം വിട്ടുതരുന്നതിനായി ഭഗീരഥൻ ഭക്തിയോടെ വീണ്ടും ശിവനെ തപസ് ചെയ്തതിൻ്റെ ഫലമായി ഭഗവാൻ കനിവ് തോന്നി ഗംഗയെ ബിന്ദുസരസിലേക്ക് വിട്ടു. ഗംഗ ബിന്ദുസരസിൽ 7 കൈവഴികളായി തീർന്നവയിൽ ഹ്ലാദിനി, പാവനി, നളിനി എന്ന 3 പൂർവ്വദിക്കിലേക്കും സൂചക്ഷുസ്, സീത, സിന്ധു എന്ന 3 പശ്ചിമദിക്കിലേക്കും പ്രവഹിച്ചു തുടങ്ങി. 7ാമത്തെ കൈവഴി രഥയാത്ര ചെയ്ത് വഴി കാണിച്ച ഭഗീരഥനെ പിന്തുടർന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ജന്നു മഹർഷിയുടെ യാഗശാലയിൽ തൻ്റെ ജലത്തെ മുക്കുക എന്ന സാഹസം കാണിച്ചു. അത് കണ്ട് അരിശം പൂണ്ട ദിവ്യശക്തിയുള്ള ആ തപോനിധി നദീജലം മുഴുവനും കുടിച്ച് തക്കതായ ശിക്ഷ നൽകി. അതിയായ വിസ്മയത്തോടുകൂടി ആകാശദേശത്ത് നോക്കി നിന്നിരുന്ന ദേവർഷി ഗന്ധർവാദികൾ മഹർഷിയുടെ അദ്ഭുത കൃത്യത്തെ മുക്തകണ്ഠം വാഴ്ത്തിയപ്പോൾ അദ്ദേഹം കോപം വെടിഞ്ഞ് തൻ്റെ ചെവി വഴി ഗംഗാനദിയെ പുറത്തേക്ക് വിടുകയാണുണ്ടായത്. അപ്പോൾ മുതൽ ജന്നുവിൻ്റെ പുത്രിയായി സങ്കല്പിക്കപ്പെട്ട ഗംഗ ജാഹ്നവി എന്ന പേരും സ്വീകരിച്ച് ഭഗീരഥൻ്റെ പുറകെ സഞ്ചരിച്ച് 60,000 സഗരപുത്രന്മാരുടെ ഭസ്മാവശിഷ്ടങ്ങളുടെ അടുക്കലെത്തി പാപശമനിയായ സുരദീർഘികയുടെ ജലസ്പർശന മാത്രയിൽ കപില മഹർഷിയുടെ കോപാഗ്നിയിൽ ദഗ്ധരായ 60,000-നും വേണ്ടി സ്വർഗകവാടം തുറക്കപ്പെട്ടു. ഗംഗയ്ക്ക് ത്രിപഥക എന്നും ഭാഗീരഥി എന്നും 2 പര്യായങ്ങൾ കൂടി ബ്രഹ്മദേവന്റെ ഇച്ഛാനുസരണം സിദ്ധമായി എന്ന സംഭവ വികാസവും അപ്പോഴുണ്ടായി. ഭഗീരഥൻ സ്വയം ഏറ്റെടുത്ത കർത്തവ്യം നിർവഹിച്ചിട്ട് അയോധ്യയിലേക്ക് മടങ്ങിച്ചെന്ന് ധർമ്മത്തോടും നീതിയോടും കൂടി രാജ്യം ഭരിച്ച് അനശ്വരമായ യശസ് നേടി. വിശ്വാമിത്രന്റെ യാഗസംരക്ഷണത്തിനു ശേഷം അദ്ദേഹം മിഥിലയിലേക്ക് യാത്ര ചെയ്യവേ ഗംഗാതീരത്തിൽ വിശ്രമിക്കുന്ന വേളയിൽ രാമലക്ഷ്മണന്മാരെ കേൾപ്പിച്ച കഥകളാണിവ എന്ന് മുമ്പ് സൂചിപ്പിച്ചുവല്ലോ. അടുത്ത ദിവസം പ്രഭാതത്തിൽ പുനരാരംഭിച്ച യാത്ര തൽക്കാലത്തേക്ക് വിശാല എന്ന പുരിയിൽ ചെന്ന് അവസാനിച്ചു.
ഇക്ഷ്വാകു മഹാരാജാവിന് അലംബുസയിൽ ജനിച്ച വിശാലനിൽ നിന്നാണ് ഈ പുരിക്ക് പേരുണ്ടായത് എന്നും വിശാലന്റെ പിൻഗാമിയായ സുമതിയാണ് ഇപ്പോൾ അവിടുത്തെ രാജാവെന്നും വിശ്വാമിത്രൻ പറഞ്ഞ് രാമലക്ഷ്മണന്മാർക്ക് അറിവായി. വിശ്വാമിത്രൻ സമാഗതനായിട്ടുണ്ടെന്നറിഞ്ഞ് സുമതി മഹർഷിയെ അതിയായ ഭക്തി ബഹുമാനങ്ങളോടുകൂടും രാജകുമാരന്മാരെ ആതിഥ്യ മര്യാദയോടും കൂടി സ്വാഗതം ചെയ്തു. അന്ന് രാത്രി വിശാലയിൽ കഴിച്ചിട്ട് രാവിലെ അവർ യാത്രയിലെ അവസാന ലക്ഷ്യസ്ഥാനമായ മിഥിലയിലേക്ക് നടന്നു തുടങ്ങി. മാർഗമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന പുരാതനവും രമണീയവുമായ ഒരാശ്രമം കേവലം നിർജ്ജനമായിരിക്കുന്നത് കണ്ട് ശ്രീരാമൻ ജിജ്ഞാസയോടെ വിശ്വാമിത്രനോട് ചോദിച്ചു, ഗുരു, ഈ ആശ്രമം ആരുടേതായിരുന്നു? അതിപ്പോൾ ജനവർജിതമാകാൻ എന്താണ് കാരണം? വിശ്വാമിത്രൻ മറുപടി പറഞ്ഞു, രാമ, ഇത് മുമ്പ് മഹാത്മാവായ ഗൗതമ മഹർഷിയുടെ ആശ്രമമായിരുന്നു. ഇവിടെ വെച്ച് മഹർഷി ഒരു ശാപമേകുകയുണ്ടായി. തുടർന്ന് വിശ്വാമിത്രൻ ആ കഥ കേൾപ്പിച്ചു. ഋഷിപുങ്കവനായ ഗൗതമൻ പത്നിയായ അഹല്യയോടുകൂടി ഈ ആശ്രമത്തിൽ തപസ് ചെയ്യുന്ന കാലത്ത് അദ്ദേഹം പുറത്തേക്ക് പോയിരുന്ന അവസരത്തിൽ കാമലോലുപനായ ദേവേന്ദ്രന്റെ ആഗമനമുണ്ടായി. അഹല്യയുടെ സൗന്ദര്യാതിരേകത്തിന് അടിമപ്പെട്ടിരുന്ന സ്വർഗനാഥൻ ആശ്രമത്തിനകത്തേക്ക് കടന്നു ചെന്ന് ഋഷിപത്നിയോട് പ്രേമാഭ്യർത്ഥന ചെയ്തു. അത് ഏറ്റവും അപകടകരമായ പ്രവൃത്തിയാണെങ്കിലും മുനിവേഷം ചമഞ്ഞാണ് ദേവേന്ദ്രൻ വന്നതെങ്കിലും ആളെ തിരിച്ചറിഞ്ഞ അഹല്യ വിധിവശാൽ എന്ന് പറയട്ടെ ഏറ്റവും അവിഹിതമായ ആ വീഴ്ചയ്ക്ക് വഴങ്ങുകയുണ്ടായി. ദേവേന്ദ്രൻ പുറത്തിറങ്ങിയപ്പോൾ എതിരെ വന്നത് ദർഭയും ചമതയുമായി പ്രതീക്ഷിച്ചിരുന്നതിന് മുമ്പായി തിരിച്ചെത്തിയ വഞ്ചിതനായ ഗൗതമനായിരുന്നു. ഭയപരവശനായി ഇതികർത്തവ്യതാമൂഢനായി ചാരിത്രധ്വംസകനായി നിൽക്കുന്ന പത്നീചാരനെ മഹർഷി ശപിച്ചു. ഇന്ദ്ര, എൻ്റെ വേഷം ധരിച്ച് ചെയ്യരുതാത്തത് ചെയ്ത ദുർമതിയായ നീ വൃഷണഹീനനായി പോകട്ടെ. ഗൗതമന്റെ രണ്ടാമത്തെ ശാപമേറ്റത് അഹല്യയ്ക്കായിരുന്നു. എടി ദുർവൃത്തെ, മറ്റാരുടെയും കണ്ണിൽപ്പെടാതെ നീ ആശ്രമത്തിൽ അനേകായിരം കൊല്ലം തപിച്ചു കിടക്കുമാറാകട്ടെ. വായുഭക്ഷണമെന്നില്ലാതെ മറ്റൊന്നും കൂടാതെ നീ വെണ്ണീറിൽ കിടക്കട്ടെ. സാധാരണയായി ശാപത്തെ അനുഗമിക്കാറുള്ള ശാപമോക്ഷം ഗൗതമൻ അഹല്യയ്ക്ക് നൽകിയത് ഇപ്രകാരമായിരുന്നു. ഈ കൊടുങ്കാട്ടിൽ എന്നാണോ ദശരഥപുത്രനായ ശ്രീരാമൻ എത്തിച്ചേരുക, അന്ന് നീ ശുദ്ധയായിത്തീരും. ലോഭമോഹങ്ങൾ കൈവെടിഞ്ഞ നീ പൂർവ്വരൂപം ധരിച്ച് എൻ്റെ അരികിൽ എത്തുകയും ചെയ്യും. അതിനുശേഷം ഗൗതമൻ ഈ ആശ്രമപ്രവേശം ഉപേക്ഷിച്ച് തപസ്സു ചെയ്യുന്നതിനായി പുണ്യസ്ഥലമായ ഹിമശൈല ശൃംഗത്തിലേക്ക് പോയി. ഈ കഥ കേൾപ്പിച്ചിട്ട് വിശ്വാമിത്രൻ പറഞ്ഞു, രാമ, നീ ഇനി ആശ്രമത്തിനുള്ളിൽ കയറി മഹാഭാഗിയും ദിവ്യമൂർത്തിയുമായ അഹല്യയെ കരകയറ്റണം. വിശ്വാമിത്രന്റെ പിന്നിലായി ശ്രീരാമൻ ആശ്രമത്തിനകത്ത് പാദമൂന്നിയതേയുള്ളൂ. അത് അഹല്യ ഇരുവരുടെയും നേത്രങ്ങൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെടുകയാണ്. മേഘാവൃതമായ പൂർണ്ണചന്ദ്രനെ പോലെ ധൂമമധ്യത്തിലെ വന്യജ്വാല പോലെയും ശ്രീരാമലക്ഷ്മണന്മാർ അഹല്യയെ നമസ്കരിക്കുകയും ശാപമുക്തയായ അഹല്യ സഹോദരയുഗളത്തെ അർഘ്യപാദ്യാദികൾ കൊണ്ട് എതിരേൽക്കുകയും ചെയ്തപ്പോഴേക്കും ദേവന്മാർ പൊഴിച്ച പൂമഴ ആശ്രമത്തിൽ പതിച്ചു. അതിദീർഘമായ തപസ്സുകൊണ്ടും ഉപവാസം കൊണ്ടും പശ്ചാത്താപം കൊണ്ടും വീണ്ടും പരിശുദ്ധയായിത്തീർന്ന അഹല്യയുടെ പുരോഭാഗത്ത് കാണപ്പെട്ടത് മുമ്പ് ഉപേക്ഷിച്ചു പോയ ഗൗതമ മഹർഷിയെയായിരുന്നു. ദമ്പതികൾ വിശ്വാമിത്രനെയും ശ്രീരാമലക്ഷ്മണന്മാരെയും പൂജിച്ച് യാത്രയയച്ചിട്ട് അവരുടെ അനുവാദത്തോടെ വീണ്ടും തപസ് അനുഷ്ഠിക്കുവാൻ തുടങ്ങി. മിഥിലയിലെത്തുന്ന ഭാഗം നാളെ തുടരാം.